الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ നീ അഫൂ ചെയ്യണേ റഹ്മാനെ. ഈമാനും തഖ്വയും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിയ ഇന്നലെ പറഞ്ഞു വെച്ചത് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. ഞങ്ങൾ മരണത്തെ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ബദലായിട്ട് കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഞങ്ങൾക്ക് എന്താക്കാൻ കഴിയും? പകരമായി കൊണ്ടുവരാൻ സാധിക്കും. അതല്ലെങ്കിൽ വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളെ ആക്കാൻ കഴിയും, കോലമറിക്കാൻ കഴിയും. നിങ്ങളെ മനുഷ്യന്റെ കോലം മാറ്റിയിട്ട് പന്നിയുടെയും മൃഗത്തിൻ്റെയും മണ്ണിൻ്റെയും കല്ലിൻ്റെയും കോലങ്ങളാക്കി മാറ്റിമറിക്കാനും എനിക്ക് കഴിയും. അല്ലാഹു തആല പറയുന്നത് അതുകൊണ്ട് വലഖദ് അലിംതുമുൻ നശ്അതൽ ഊല, നിങ്ങൾ എങ്ങനെയാണ് ആഖിറത്തിന് രണ്ടാമത്തെ പുനർജീവിതത്തെ നിങ്ങൾ എതിർക്കുന്നത്? അങ്ങനെയുള്ള ഒരു ജീവിതം ഇല്ല. എങ്ങനെയാണ് പറയുന്നത്? വലഖദ് അലിംതുമുൻ നശ്അതൽ ഊല, ഒന്നാമതായി നിങ്ങളെ ഉണ്ടാക്കി നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഒന്നും അല്ലാത്ത സമയത്ത് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയില്ലേ? ഫലൗലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. അതേപോലെ മറ്റൊരു സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിച്ചോ ഞാൻ അവരെ വെറുതെ വിടുമെന്ന്? എൻ്റെ ഭൂമിയിൽ എൻ്റെ ഭക്ഷണങ്ങളും വെള്ളങ്ങളും എല്ലാം കുടിച്ച് വളർന്നു വലുതായി അവർ വിചാരിക്കുന്നുണ്ടോ അവരെ ഞാൻ വെറുതെ വിടുമെന്ന്? അലം യകുനു തുഫതം മിൻ മനിയുംന, അവർ ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു ഇന്ദ്രിയ തുള്ളിയായിട്ട് അവർ ആയിരുന്നില്ലേ? സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, അല്ലാഹു തആല ചോദിക്കുന്നു, പിന്നെ അവരെ ഞാൻ ഒരു രക്തപിണ്ഡമാക്കി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇന്ദ്രിയ തുള്ളി എത്തിയത്, പിന്നെ ഞാൻ രക്തപിണ്ഡമാക്കി, അതിന് ഞാൻ മാംസം ഉണ്ടാക്കി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫജഅല മിൻഹു സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, പിന്നെ ഞാൻ അവരുണ്ടാക്കി രക്തപിണ്ഡമാക്കിയിട്ട് അതേപോലെ മാംസപിണ്ഡമാക്കിയിട്ട് ഞാൻ ഈ എല്ലും മാംസം എല്ലാം കൊടുത്ത് ഫഖലഖ ഫസവ്വ, പിന്നെ ഞാൻ അവരെ മനുഷ്യരായിട്ട് പടച്ചു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അവനിട്ട് ആണിനെയും പെണ്ണിനെയും ഞാൻ വേറെ വേറെ പടച്ചു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതെല്ലാം കഴിവുള്ള എനിക്ക് നിങ്ങളെ ഒന്ന് രണ്ടാമത് ഹയാത്താക്കാൻ എനിക്ക് പ്രയാസമാണോ? എനിക്ക് കഴിവില്ലേ? അലൈസ ദാലിക ബിഖാദിൻ അലാ അൻ യുഹ്യൽ മൗതാ, അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ജീവിതം തന്നു, നിങ്ങളെ ഞാൻ മരിപ്പിച്ചു, ആ മരിപ്പിച്ച് നിങ്ങളെ രണ്ടാമത് ഹയാത്തിടാൻ എന്നെ കൊണ്ട് കഴിയൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തേ ഫഹല്ലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല? നിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല? ഇതിൽ നമുക്ക് ഒരുപാട് പാഠമുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മരണത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ സ്ഥാനത്ത് നിങ്ങളെ ബദലാക്കിയിട്ട് മറ്റൊരു വിഭാഗത്തെ, മറ്റൊരു കൂട്ടരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. വേണ്ട, വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളെ ഞാൻ ആക്കിക്കളയും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ
നിങ്ങളെ ഞാൻ മാറ്റിമറിച്ചിട്ട് പുതിയ ഒരു വിഭാഗത്തെ കൊണ്ടുവരാനും അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ടും എന്തേ ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എന്തേ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുന്നില്ല? വലഖദ് അലിംതുമുൻ നസ്അത്തൽ ഊലാ, ഒന്നാമത് നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് രണ്ടാമത്തുള്ള ഒരു ഹയാത്തിനെ, ഒരു ജീവിതത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അതെനിക്ക് സാധിക്കൂലെന്നോ? ഫലൗലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഖുർആൻ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഫിൽ ഖബരി ഒരു ഹദീസുണ്ട്, അജബൻ കുല്ലൽ അജബിൽ മുകദ്ദബി ബിൻ നസ്അത്തിൽ ആഖിറ. അത്ഭുതമാണ്, അത്ഭുതമാണ്. ഹദീസിൽ പറയുന്നത് അത്ഭുതമാണ്. ഈ ആഖിറത്തിന്റെ രണ്ടാമത് സൃഷ്ടിക്കുന്നതിനെ കളവാക്കുന്നതിനെ കുറിച്ച് അത്ഭുതമാണ്. ഒന്നാമത്തെ അവരെ ഹയാത്ത് അവർ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല ഒന്നും ഇല്ലാത്ത നിലക്ക്, ഒരു മിസാലില്ലാതെ, ഒരു മോഡലില്ലാതെ അള്ളാഹു ആദ്യമായിട്ട് നമ്മുടെ ബാപ്പയാകുന്ന ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചു. അതവർ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ആഖിറത്തിൽ നിങ്ങൾ രണ്ടാമത് ഹയാത്താക്കും. ഈ കളവാക്കുന്നതിനെ കുറിച്ച് അത്ഭുതമാണ്. എന്നിട്ട് മുത്തുനബി പറയുന്നു, വഅജബൻ ലിൽ മുസദ്ദഖി ബിൻ നസ്അത്തിൽ ആഖിറ വഹുവ യസ്ആ ലിദാരിൽ ഖുറൂർ. അതായത് രണ്ടാമത് ഹയാത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ കുറിച്ചിട്ടും അത്ഭുതമാണ്. ഫസ്റ്റ് എന്നോ രണ്ടാമത്തെ ഹയാത്ത് കളവാക്കുന്നതിനെ കുറിച്ചിട്ടും അത്ഭുതമാണ്. കാരണം ഒന്നാമത് അവരെ ഹയാത്താക്കിയത് അവർ കണ്ടിട്ടുണ്ട്. ഇനി വിശ്വസിക്കുന്ന ആളുമാർ തന്നെ അവരിലും അത്ഭുതമാണ്. അവർ ഈ ദുനിയാവിന്റെ ജീവിതം കൊണ്ടിട്ട് അവർ വഞ്ചിതരായിട്ടുണ്ട്. വിശ്വസിച്ചിട്ടും അള്ളാഹുവിലേക്ക് മടങ്ങാതെ, നിസ്കരിക്കാതെ, അതേപോലെ നോമ്പ് നോക്കാതെ തെമ്മാടികളായി ജീവിക്കുന്നത് അതും അത്ഭുതം തന്നെയാണ് എന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങള് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ഖുർആൻ പിന്നെയും ചോദിക്കുന്നു, അല്ലാഹു തആല പിന്നെയും ചോദിക്കുന്നു, അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഓ ജനങ്ങളെ, അഫറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, നിങ്ങൾ അറിയിച്ചു തരൂ, മാ തഹ്റുസൂന, നിങ്ങൾ കണ്ടെത്തിനും ഗുഡ്ഡയിലും കൊണ്ടുപോയി വിത്ത് ഇടുന്ന, നിങ്ങൾ കണ്ടെത്തിനും മറ്റു സ്ഥലത്ത് പോയി നിങ്ങൾ വിത്തിട്ട് കൃഷികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നെല്ലും അതേപോലെ ഗോതമ്പും ജോളവും അതുപോലെ ഒരുപാട് കൃഷികൾ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതാ മണ്ണുണ്ടാക്കി ആ വിത്ത് ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ആ വിത്തിട്ട ആ തൈ, ആ വിത്തിനെ മുളപ്പിക്കുന്നതും ആ വിത്തിൽ ഞങ്ങൾക്ക് ധാന്യങ്ങൾ, ഞങ്ങൾക്ക് നെല്ലുകൾ, അരികൾ തരുന്നത് നിങ്ങളാണോ? പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, അഅൻതും തസ്റഊനഹു, അതിനെ മുളപ്പിച്ച് അതിൽ പഴങ്ങളും ധാന്യങ്ങളും വിത്തുകളും നെല്ലും അരിയും ചെയ്യുന്ന നിങ്ങളാണോ? അം നഹ്നു സാരിഊൻ, അല്ലെങ്കിൽ ഞങ്ങളാണോ? നാം മനസ്സിലാക്കണം, ഞങ്ങൾ ഇട്ടത് കൊണ്ട് അത് ഞങ്ങളാണ് ഉണ്ടാക്കുന്നെങ്കിൽ എല്ലാ ഞങ്ങൾ നട്ട ബാധയിലും ബാധയ്ക്കാവണം. എല്ലാ നട്ടുപിടിപ്പിച്ച കൃഷിയിൽ എന്നാൽ പഴങ്ങൾ ഉണ്ടാകണം. എത്രയാ കൃഷികൾ പഴങ്ങളില്ലാതെ, കൃഷി ആ ബാധ നഷ്ടപ്പെട്ടു പോകുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ, ഞങ്ങൾ വിത്തിട്ട് ഞങ്ങൾ മുളപ്പിച്ച് ഞങ്ങളാണ് അതിലേക്ക് പഴം കൊടുക്കുകയാണെങ്കിൽ എന്തേ എല്ലാ കൃഷിയും പഴമാകുന്നില്ല? ഇതല്ലേ അല്ലാഹു ചോദിച്ചത്. എന്തേ പഴങ്ങളാകുന്നില്ല? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാണോ ആ വിത്തിട്ട് ഉണ്ടാക്കിയ ആ കൃഷിയിൽ ധാന്യങ്ങളും ഭക്ഷണങ്ങളും ഫ്രൂട്ട്സുകളും കൊണ്ടുവരുന്നത് നിങ്ങളാണോ അല്ല ഞാനാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ചില്ലേ, നിങ്ങളെ ഭാര്യമാരുടെ ഗർഭാശയത്തിൽ കൊണ്ടുപോയ ആ ഇന്ദ്രിയത്തുള്ളിൽ നിന്നിട്ട് നിങ്ങളാണോ മനുഷ്യരെ പടക്കുന്നത്, ഞാനാണോ പടക്കുന്നത്?
അങ്ങനെ അള്ളാഹു നമുക്ക് ചോദ്യത്തിൽ കൂടി ഞങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. പിന്നെയും അള്ളാഹു തല പറയുന്നു, നിങ്ങളാണോ ആ കൃഷി ഉണ്ടാക്കുന്നത്? അം നഹ്നു സാരിഊൻ, ഞങ്ങളാണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്. الحمد لله رب العالمين.